In this lecture, we are going to study how to do the problems related to simple harmonic motion. That is, SHM-ലുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ആ ഇക്വേഷൻസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആസ് വി ഓൾ നോ, രണ്ട് ടൈപ്പിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ തിയറി പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിൽ, ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിലും വെർട്ടിക്കൽ പ്രൊജക്ഷനിലും ഓരോ എക്സാമ്പിൾ പഠിച്ചിരുന്നു. ആ മോഷനിൽ തന്നെ നമുക്ക് ആലോചിക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ വേണമെങ്കിൽ എന്താവാം, എക്സ്ട്രീം പൊസിഷൻ, അതായത് ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രീം ഇവിടെ നിന്ന് വിട്ട് ഇവിടെ എത്തി തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നത് എന്താ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓസിലേഷൻ. അതായത് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ സ്റ്റാർട്ടിങ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ. രണ്ടാമത്തേത് എന്താ, ഫ്രം മീൻ പൊസിഷനാണ്. അതായത് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇക്വിലിബ്രിയത്തിലുള്ളൊരു, ഇപ്പോൾ ഒരു പെൻഡുലാണ്, ഈ പെൻഡുലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു എൻഡിക്ക് പോയി തിരിച്ച് ഈ എൻഡിലെത്തി തിരിച്ച് മീൻ പൊസിഷനിൽ തന്നെ എത്തി. അതായത് ദ ഓസിലേഷൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പിൽ എന്തുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷനാണുള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ, അടുത്തത് സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ. ഈ എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഡിഫറെൻറ്റ് ഇക്വേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആകെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ചോദിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പെൻഡുലത്തിൻ്റെ പൊസിഷൻ എന്താ, അതായത് എക്സ് എന്താ. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ എക്സിലെത്തുമ്പോൾ അതിനുണ്ടാകുന്ന വെലോസിറ്റി എന്താ. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് എക്സിലെത്തുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്താ. ഇങ്ങനെ എക്സ് എന്താ, അതിൻ്റെ വെലോസിറ്റി എന്താ, അതിൻ്റെ ആക്സിലറേഷൻ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ടൈം എന്താ, ഈ ഒരു 4 കാര്യങ്ങൾ എന്താണെന്നുള്ള പ്രോബ്ലംസ് മാത്രമേ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് ചോദിക്കുള്ളൂ. ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു ബോഡി, ഇപ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി 50 മീറ്റർ പെർ സെക്കൻഡ് ആക്സിലറേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം ട്രാവൽ ചെയ്യണം, ടി എന്ത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് എക്സ്ട്രീം പൊസിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് r/cos ωt × 180/π. 180/π റേഡിയൻസ് പെർ സെക്കൻഡിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് ആംപ്ലിറ്റ്യൂഡാണ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇൻറ്റു കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, 180/π. ഇനിയിപ്പോൾ അത് ഫ്രം മീൻ പൊസിഷൻ ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായി, എക്സ് ഡാഷ് ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π. ഇവിടെ കോസിനു എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ കോസ്, മീൻ പൊസിഷനാകുമ്പോൾ അതെന്തായി, സൈനായി. രണ്ടും കൂടി പഠിക്കണ്ട, ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ മതി. മറ്റേത് സൈനാണെന്ന് ഓർത്ത് വെക്കുക. രണ്ടും കൂടി പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ പൊസിഷൻ്റെ കേസിൽ മാത്രമേ നമ്മൾ ഇക്വേഷനിൽ സൈനും കോസും ഡിഫറെൻ്റ് ഉള്ളൂ. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോഴും ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോഴും ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ എന്താ, സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ഇനിയിപ്പോൾ ഈ എക്സ് എന്നുള്ള പൊസിഷനിലെത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്, സ്പ്രിങ്ങിൽ പഠിക്കുന്നതാണ്, ഒമേഗ ഇൻറ്റു ആർ ആണ്. പക്ഷേ മാക്സിമം അല്ലാത്ത വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒമേഗ ഇൻറ്റു √(r² - x²). ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയ എക്സ്. മാക്സിമം വെലോസിറ്റി ഒമേഗ ആറ്, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ω² × x, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കിട്ടിയ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Amax എന്ന് പറയുന്നത് ω² × r ആംപ്ലിറ്റ്യൂഡ്. ഇത് നമുക്കറിയുന്നതാണ്. F = 1/dp യും ω = 2πf. സിമിലർലി ഫ്രം മീൻ പൊസിഷൻ ആകുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്, വെലോസിറ്റി = ω × √(r² - x′². ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കിട്ടിയ എക്സ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. Vmax ω r തന്നെ, ആക്സിലറേഷൻ = ω² × x'. Amax, ബാക്കിയുള്ള ഇക്വേഷൻസൊക്കെ സെയിം ആണ്. ഈ
ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരുവിധം എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോവുക. എല്ലാവരും ഈ ഇക്വേഷൻസ് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷനും പഠിക്കും. ഫസ്റ്റ് പ്രോബ്ലം. A body is moving with simple harmonic motion, has an amplitude of 1 meter and the period of oscillation is 2 seconds. Find the velocity and acceleration of the body at t is equal to 0.4 seconds when the time is measured from mean position and extreme position. ഇവിടെ നമ്മൾ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷന് രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രം മീൻ പൊസിഷനും ഫ്രം എക്സ്ട്രീം പൊസിഷൻ. ഈ രണ്ട് കേസിലുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് മീൻ പൊസിഷൻ ചെയ്യുക. മീൻ പൊസിഷൻ എന്നുള്ള എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π. ആർ സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π. തന്നിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതുക. ആദ്യം ആംപ്ലിറ്റ്യൂഡ് ആർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പീരിയഡ് ഓഫ് ഓസിലേഷൻ ദാറ്റ് ഈസ് ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വെലോസിറ്റി ആക്സിലറേഷൻ വെൻ ടി ഇസ് ഈക്വൽ ടു 0.4 ആണ്. അപ്പോൾ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു 1 ആണ് ഇൻറ്റു സൈൻ ഒമേഗൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഒമേഗൻ്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 2πf ആണ്. ഫ്രീക്വൻസി തന്നിട്ടില്ല. നമുക്ക് ഫ്രീക്വൻസിൻ്റെ പകരം ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ടി പി ആണ് തന്നത്. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എന്താ? 1/TP അല്ലേ? 1/TP ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 1/TP, 1 ടൈം പീരിയഡ് ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടി. ഈ ഒമേഗൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പൈ ഇൻറ്റു ടി എന്ന് പറയുന്നത് 0.4 സെക്കൻഡിൽ ഇൻറ്റു 180/π. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0.95 മീറ്റർ എന്ന് കിട്ടി. കണ്ടുപിടിക്കാൻ ചോദിച്ചത് വെലോസിറ്റിയും ആക്സിലറേഷനാണ്. അപ്പോൾ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയാം പൈ ആണ്. പൈ ഇൻറ്റു റൂട്ട് ഓഫ് ആർ എന്ന് പറയുന്നത് 1 സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് 0.95 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.97 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് ഈസ് ഒമേഗൻ്റെ വാല്യൂ പൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 0.95. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9.38 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചെയ്യുക. ഫ്രം എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താ? ആർ കോസ് ഒമേഗ ടി ഇൻറ്റു 180/π. ആർ എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് ഉണ്ട്. ഒമേഗൻ്റെ വാല്യൂ പൈ ആണ്. ടി 0.4 ആണ് ഇൻറ്റു 180/π. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 0.309 കിട്ടും. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗൻ്റെ വാല്യൂ പൈ, റൂട്ട് ഓഫ് ആർ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 0.309. ഈ കേസിൽ ഈ എക്സ് എടുക്കാം. ഈ കേസിൽ ഈ എക്സ് എടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇസ് ഈക്വൽ ടു 2.98 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അടുത്തത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് 0.309. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.05 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഈസിയാണ്. സ്പീഡിൽ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. സ്പീഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എടുത്തു. എ ബോഡി ഈസ് മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഹാസ് ഇറ്റ്സ് വെലോസിറ്റീസ് 10 meter per second and 4 meter per second at 2 meter and 4 meter distance apart. Find the amplitude and time period. ഇവിടെ രണ്ട് കേസ് തന്നിട്ടുണ്ട്. എന്താ? സിമ്പിൾ
അപ്പോൾ മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി, ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് 2 മീറ്ററിലെത്തിയപ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4 മീറ്ററിലെത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട് എന്നാണ് തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോൾ വെലോസിറ്റീസ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ V1 = 10 മീറ്റർ പെർ സെക്കൻഡ് എഴുതി. രണ്ടാമത്തെ വെലോസിറ്റി V2 = 4 മീറ്റർ പെർ സെക്കൻഡ്. V1 വരുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? x1 = 2 മീറ്റർ ആണെന്ന് എഴുതി. x2 = 4 മീറ്റർ ആണ്. അപ്പോൾ വിയും എക്സും കൂടി ഇക്വേഷനുള്ള നമ്മളുടെ ഏത് ഇക്വേഷനാണത്? പൊസിഷൻ്റെ ഇക്വേഷൻ പറ്റില്ല. നമുക്ക് വെലോസിറ്റിൻ്റെ നമ്മളുടെ ഒരു ഇക്വേഷൻ എന്താ? വെലോസിറ്റി = omega √r² - x² എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ 2 കണ്ടീഷനിൽ എഴുതി. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ V1 = omega √r² - x1². V2 = omega √r² - x2². ആംഗുലാർ വെലോസിറ്റിയും ആംപ്ലിറ്റ്യൂഡും 2 കേസിലും സെയിം ആണ്, കാരണം സെയിം ബോഡിയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10 = omega √r² - 2². ഇവിടെ എന്ത് വരും? 4 = omega √r² - 4². 2 ഇക്വേഷൻ കിട്ടി. ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ, രണ്ടിലും 2 അൺനോൺ ഉണ്ട്. ഇത് രണ്ടും സോൾവ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കാരണം റൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം ഡിവൈഡ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇക്വേഷൻ 1/2 ചെയ്യും. ദാറ്റ് ഈസ് 10 = omega √r² - 4 divided by 4 = omega √r² - 60. ഈ ഒമേഗ ക്യാൻസൽ ചെയ്തു. 10 5 2. ദാറ്റ് ഈസ് 5/2 = √r² - 4 divided by √r² - 60. സ്ക്വയർ റൂട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 സൈഡിലും സ്ക്വയർ ചെയ്തു. ദാറ്റ് ഈസ് 25 / 4 = r² - 4 divided by r² - 60. ഈ r² ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് അഡീഷൻ ആയതുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കൊന്ന് കളയാൻ പറ്റൂ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് r² = 18.28 എന്നും r = 4.28 മീറ്റർ എന്നും കിട്ടും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് കണ്ടു. ഇനി അടുത്ത നമുക്ക് ടൈം പീരിയഡാണ് കണ്ടുപിടിക്കുന്നത്. ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടൈം പീരിയഡ് = 1/f ആണ്. എഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഒമേഗ = 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ നമുക്ക് എഫ് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് f = omega / 2π. ഇങ്ങനെ എഫ് കണ്ടുപിടിച്ചിട്ട് ഈ എഫിൻ്റെ 1/f എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടൈം പീരിയഡ് കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് കണ്ടുപിടിക്കണം. എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത്? ഒമേഗ അറിയണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇക്വേഷൻ 1 ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10 = omega √r² - 4.28² - 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ omega = 2.65 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എന്ത് എഴുതാം? omega / 2π. ദാറ്റ് ഈസ് 2.65 / 2 × π. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്താ? dp = 1/f ആണ്. ദാറ്റ് ഈസ് 2π / 2.65 which is equal to 2.37 seconds. Hope everyone understand this problem. Next problem. A particle is moving with simple harmonic motion, has amplitude 4.5 meter and period of oscillation is 3.5 seconds. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and the same side of the mean position.
ഈ ഒരു പ്രോബ്ലത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് ഒരു പാർട്ടിക്കുലർ അത് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് നമ്മൾ എടുത്തെഴുതി. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലമാണ്. ഹാസ് എൻ ആംപ്ലിറ്റ്യൂഡ് r is equal to 4.5 meter. Period of oscillation, time period is equal to 3.5 seconds. Find the time required by the particle to pass the 2 points. രണ്ട് പോയിന്റ് പാസ് ചെയ്യണ്ടേ, രണ്ട് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. x1 is equal to 3.5 മീറ്ററിനും x2 is equal to 1.5 മീറ്ററിനും തന്നിട്ടുണ്ട്. വിച്ച് ആർ അറ്റ് എ സെൻറ്റർ ആൻഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ മീൻ പൊസിഷൻ. അപ്പം നമുക്കറിയാം ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് മീൻ പൊസിഷനിൽ ഈ ഡയറക്ഷനിൽ. ഇപ്പോൾ 1.5 മീറ്റർ എത്തിയപ്പോൾ ഉള്ള ടൈം കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 മീറ്റർ എത്തുമ്പോഴുള്ള ടൈം കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കണം. അതായത് ഇവിടുന്ന് ഇവിടെ വരെ എത്തുന്ന T1, ഇവിടുന്ന് ഇവിടെ വരെ എത്തുന്ന T2 എന്നെങ്കിൽ മാത്രമേ ഈ രണ്ട് പോയിൻ്റ് പാസ് ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് T2 മൈനസ് T1 ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് T1 എന്താ T2 എന്താണെന്ന് കണ്ടുപിടിക്കലാണ്. അപ്പോൾ T1 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടിയും എക്സൊക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മൾ ആകെ ഒരു ഇക്വേഷനുള്ളൂ, പൊസിഷൻ്റെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു സെയിം സൈഡ് ഓഫ് മീൻ പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ r സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π എന്നുള്ള ഇക്വേഷനാണ്. രണ്ട് കണ്ടീഷനുണ്ട്. x1 is equal to r sin omega t1 into 180/π. രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് വരും? x2 is equal to r sin omega t2 into 180/π. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 3.5 is equal to ആംപ്ലിറ്റ്യൂഡ് 4.5 സൈൻ ഒമേഗൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടില്ല. പകരം നമുക്ക് തന്നിട്ടുള്ളത് ടൈം പീരീഡിൻ്റെ വാല്യൂ ആണ്. ഇതിൽ നിന്ന് നേരത്തെ ചെയ്ത പ്രോബ്ലം അനുസരിച്ച് ഒമേഗൻ്റെ വാല്യൂ നമുക്ക് എന്തെഴുതാം? 2π/TP. അതായത് 2πf ആണ് എഴുതേണ്ടത്, പക്ഷേ എഫിന് പകരം 1/TP എന്ന് എഴുതി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.79 റേഡിയൻസ്/സെക്കൻഡ് എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക എല്ലാവരും. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1.79 ഇൻറ്റു T1 എന്ന് പറയുന്നത് എത്ര? T1 കണ്ടുപിടിക്കേണ്ടതാണ്. T1 എഴുതി 180/. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 3.5 ഡിവൈഡഡ് ബൈ 4.5 is equal to സൈൻ ഓഫ് 1.79 T1 ഇൻറ്റു 180/π. ഈ സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഈ വാല്യൂ ഇസ് ഈക്വൽ ടു ഇത് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ T1 is equal to 0.49 സെക്കൻഡ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഈ സൈഡിലും ചെയ്യുക. x2ൻ്റെ വാല്യൂ 1.5 ആണ്, ആറിൻ്റെ വാല്യൂ 4.5 സൈൻ ഒമേഗൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.79 ഇൻറ്റു T2 ഇൻറ്റു 180/π. ഇത് ഇതേപോലെ നിങ്ങൾ സോൾവ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് 1.5 ഡിവൈഡഡ് ബൈ 4.5 is equal to സൈൻ ഓഫ് 1.79 T2 ഇൻറ്റു 180/π. 1.5 ഡിവൈഡഡ് ബൈ 1/3 is equal to സൈൻ ഓഫ് 1.79 T2 ഇൻറ്റു 180/π. സൈനിനെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 is equal to 1.79 T2 180/π. ഇതിൻ്റെ വാല്യൂ നമ്മൾ എഴുതുക. ഈ വാല്യൂ നമ്മൾ എഴുതുക. = ഇതെടുക്കുക. ഇതിൽ T2നെ നമ്മൾ എടുക്കുക. T2 എടുക്കുമ്പോൾ നമുക്ക് 0.19 സെക്കൻഡ് കിട്ടും. T1 is equal to ഇത്, T2 is equal to ഇത്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു പാസ് ദീസ് 2 points എന്നാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് പോയിൻ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെയാണ് എ എന്നുള്ള പോയിൻ്റ് ഉള്ളത്, ഇവിടെയാണ് ബി എന്നുള്ള പോയിൻ്റ് ഉള്ളത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുക്കാനെടുത്ത ടൈമാണ് 0.19 സെക്കൻഡ്.
ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുക്കാനെടുത്ത ടൈമാണ് 0.497. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എങ്ങനെ കാണാം? അതായത് ടൈം ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 ദാറ്റ് ഈസ് 0.49 മൈനസ് 0.190 0.3 സെക്കൻഡ്സ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലം ചെയ്യാം. ലാസ്റ്റ് പ്രോബ്ലമാണ്. എല്ലാവരും പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. എ ബോഡി ഈസ് പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കംപ്ലീറ്റ് 8 ഓസിലേഷൻസ് പെർ മിനിറ്റ്. The velocity of the body is half the maximum velocity at a distance of 12 cm from the center. Determine the amplitude and maximum acceleration. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2018 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് എഴുതുക. 8 ഓസിലേഷൻസ് പെർ മിനിറ്റ്. ഓസിലേഷൻസ് പെർ മിനിറ്റ് ഏതിൻ്റെ ഇക്വേഷനാണ്? ഏതിൻ്റെ യൂണിറ്റാണ്? ഫ്രീക്വൻസിയാണ് എന്ത് 8 ഓസിലേഷൻസ് പെർ മിനിറ്റ്. ഇവിടെ എന്താ? നമുക്ക് ഓസിലേഷൻസ് പെർ സെക്കൻഡിലാണ് യൂണിറ്റ് വേണ്ടത്. ഇവിടെ എന്താ? 8 ഓസിലേഷൻസ് പെർ സെക്കൻഡാണ്. അപ്പോൾ മിനിറ്റിന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യല്? ഇൻറ്റു 60 ആണ് ചെയ്യല്. പക്ഷേ ഇവിടെ എന്താ? ഓസിലേഷൻസ് പെർ മിനിറ്റാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഒരു മിനിറ്റിൽ 8, നമുക്ക് കൺഫ്യൂഷൻ വരും. ഇൻറ്റു 60 ആണോ ഡിവൈഡഡ് ബൈ 60 ആണോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കൺഫ്യൂഷൻ എപ്പോഴും വരിക ഈ 8നോട്. നമുക്കറിയാം മിനിറ്റിനെയും സെക്കൻഡിനെയും മാറ്റാൻ ഇൻറ്റു 60 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാതെ ഇങ്ങനെ ചിന്തിക്കാം. 8 ഓസിലേഷൻസ് പെർ മിനിറ്റാണ്. അതായത് ഒരു മിനിറ്റിൽ 8 ഓസിലേഷൻ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 8നേക്കാളും കൂടുതൽ ഓസിലേഷൻ ആണോ കുറവ് ഓസിലേഷൻ ആണോ